ചേട്ടനോട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കൂടെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. വാ. ഇവരാണ് കലോത്സവ വേദിയിൽ അറസ്റ്റ് നടത്തുന്ന ആൾക്കാർ. സർ, ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് ഈ പ്ലാസ്റ്റിക് അകത്തേക്ക് കടത്തിവിടത്തില്ല. പക്ഷേ ഇത് നമ്മൾ ഈ സ്റ്റാമ്പ് ഇതിൽ ഒട്ടിച്ചിട്ടാണെങ്കിൽ കടത്തിവിടും. ആ സമയത്ത് നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് 10 രൂപ വാങ്ങിച്ചിട്ട് അകത്തേക്ക് തിരിച്ച് വരുമ്പോൾ ഇതേ സ്റ്റിക്കർ നമ്മളെ കാണിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ആ ഫണ്ട് തിരിച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ അവിടെ ഇടത്തില്ലല്ലോ, ആ ക്യാഷിന് വേണ്ടെങ്കിൽ അവർ തിരിച്ചത് കൊണ്ടുവരും എന്നുള്ളൊരു വിശ്വാസത്തിൽ. അറസ്റ്റൊക്കെ കൊള്ളാം. ചിലവർ ഒരുമാതിരി ദേഷ്യപ്പെടും, ചിലവർ സ്നേഹത്തോടെ സംസാരിക്കും, ചിലവരൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ച് തരാൻ പറ്റൂല എന്നൊക്കെ പറയും. ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിച്ച് തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നവരോട് എന്താ പറയാ? അങ്ങനെ പറയുന്നവർ സ്നേഹത്തോടെ പറയും, ഇത് ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ മേലധികാരിയോട് പറയുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണെന്ന്. എൻ്റെ പേര് അഭിരാമിയം. എൻ്റെ പേര് രമ്യ ജയശ്രീയാർ, മണക്കാട് ഗേൾസ്. നമ്മുടെ ഈ ഫ്രെയിമിൽ കാണുന്ന ആൾക്കാരെല്ലാവരും പ്രഥമാധ്യാപകരാണ്. ഇവർ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് കലോത്സവ വേദിയിൽ നിൽക്കുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് സാർ പറയും. ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിലാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത്. ഈ സംസ്ഥാന കലോത്സവവുമായി ബന്ധപ്പെട്ട് 25ഓളം വരുന്ന വേദികളിൽ ശുചിത്വം ഉറപ്പാക്കുക, മാലിന്യമുക്തമാക്കുക, അതിലെല്ലാം ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. ഇതാണ് ഈ കമ്മിറ്റി ഇപ്പോൾ നിർവഹിച്ചു വരുന്ന ഉത്തരവാദിത്തം. തിരുവനന്തപുരം കോർപ്പറേഷനും അതോടൊപ്പം തന്നെ ശുചിത്വ മിഷനും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. എയ്ഡഡ് മേഖലയിലെ പ്രൈമറി പ്രഥമാധ്യാപകരുടെ സംഘടനയായ KPPHയുടെ നേതൃത്വത്തിലാണ് ഈ കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിരവധിയായ കുട്ടികളുടെ വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 400ഓളം കുട്ടികളുടെ SPC, NSS, NCC തുടങ്ങിയിട്ടുള്ള വിവിധ വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം ശുചിത്വ മിഷൻ നേരത്തെ തന്നെ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ എല്ലാ വേദികളിലും പ്ലാസ്റ്റിക് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ ഒരാഴ്ച കാലം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി ആചരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു വേസ്റ്റും വലിച്ചെറിയാതിരിക്കാനുള്ള സന്ദേശം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി നടത്തി വരുന്നുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇതിൻ്റെ ഭാഗമായി എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ കമ്മിറ്റിയുടെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ തന്നെ കോർപ്പറേഷനിലെ ക്ലീനിങ് തൊഴിലാളികൾ എല്ലാവരും തന്നെ ഇതിൻ്റെ വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വേദികളിലും അകത്തും ഒക്കെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും മാലിന്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് അത് ബിന്നുകളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് വോളണ്ടിയർമാരും കോർപ്പറേഷൻ്റെ തൊഴിലാളികളും ശുചിത്വ മിഷൻ്റെ വോളണ്ടിയർമാരും ഒക്കെ എല്ലാ വേദികളിലും ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാലിന്യ മുക്തമായ ഒരു കലാമേളയായി, ഹരിതാഭമായ ഒരു കലാമേളയായി ഈ 63ാമത് കേരള സ്കൂൾ കലോത്സവം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രയത്നത്തിലാണ് ഞങ്ങൾ ഈ ടീമുള്ളത്. കൂടാതെ കിറ്റി എന്ന് പറയുന്ന സംവിധാനം ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ വേദികളുടെ എല്ലാ സ്ഥലങ്ങളിലും പോയി കുട്ടികളുമായി സംവദിക്കുകയും പബ്ലിക്കുമായി സംവദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടി, അത് ശുചിത്വ മിഷൻ്റെ സഹകരണത്തോടു കൂടി കിറ്റി നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കിറ്റിയുമായി കൈരളി TVക്ക് സംസാരിക്കാം. കൈരളിയിൽ അല്ലേ ആദ്യകാലത്ത് അല്ലേ കിറ്റി സ്ഥിരമായിട്ട് കൈരളിയിൽ ഉണ്ടായിരുന്നാണ് അല്ലേ? സാർ ഇത് പിടിക്കൂല്ലേ? ഇതൊന്ന് വായിക്കാൻ പറ്റുമോ? വലിച്ചെറിയൽ വിരുദ്ധവാരം ജനുവരി 1 മുതൽ 7 വരെ. ഓക്കെ, നമ്മള് ഓരോ വർഷം തുടങ്ങി. ഇപ്പൊ 2025 ആരംഭിച്ചു അല്ലേ? ആരംഭിച്ചു. അപ്പൊ നമ്മള് തലേ വർഷത്തെ മോശം ശീലങ്ങളൊക്കെ മാറ്റി പുതിയ ശീലം തുടങ്ങൂലേ? കള്ളൂടി നിർത്തിയാന്ന എന്ത് ചോദ്യമാണ്? അതുവരെ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ട് നിർത്തിയാലും മതിയാ? ഇവ ശരിയാവില്ല, ഞാൻ മിണ്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് കിട്ടിയാലും ഇതുപോലെ നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം വലിച്ചെറിയുന്ന ഒരു ശീലം ഉണ്ടല്ലേ നമുക്ക്? ശരിയല്ലേ? ചെറുതായിട്ടൊക്കെ ഇല്ല അല്ലേ? ഇത് വലിച്ചെറിഞ്ഞാനല്ലേ ആവശ്യം കഴിഞ്ഞാല്? ഓക്കെ. അപ്പൊ അത്തരം ശീലം നമ്മൾ മാറ്റുന്ന ഒരു വാരാഘോഷം നടക്കുകയാണ്. ഒരാഴ്ച 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ. മനസ്സിലായി? ഓക്കെ. ജീവിതത്തിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? ഭാഗ്യം കേട്ടോ. പ്ലാസ്റ്റിക് കത്തിച്ചാൽ എന്താ സംഭവിക്കണേന്ന് അറിയാമോ? അതിൽ നിന്നൊരു വിഷവാതകം വരും. കേട്ടിട്ടുണ്ടോ? അതിന്റെ പേരെന്താ? ഡയോക്സിൻ. ഈ വിഷവാതകങ്ങൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ കത്തിച്ച് ഇത് മുകളിലേക്ക് വിടുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് പോയെന്ന് വിചാരിച്ചല്ലേ? പോയില്ലേ? പോകൂല.
മുകളിൽ ചെന്നാൽ അന്തരീക്ഷം തണുക്കും. തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഭാരം കൂടി ഇത് താഴേക്ക് വന്ന് മണ്ണിൽ വന്ന് അലിഞ്ഞു ചേരും. മണ്ണിൽ അലിഞ്ഞു ചേർന്ന അതേ മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലേ. ആ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നം ഇത് വലിച്ചെടുത്ത് നിങ്ങൾക്ക് തന്നെ തിന്നാൻ തരും. മനസ്സിലായോ? പ്രകൃതി നമ്മളോട് പ്രതികാരം ചെയ്യാതെ പോയിട്ടില്ല. മനസ്സിലായി. ഇത് മാത്രമല്ല, ഈ വലിച്ചെറിയുന്ന കടലാസില്ലേ, പ്ലാസ്റ്റിക് കടലാസ്, ഇത് ഒഴുകി കടലിലെത്തും അല്ലേ. കടലിൽ കിടന്ന് പൊടിഞ്ഞ് ചെറിയ പൊടിയായിട്ട് മാറും. മനസ്സിലായി. ഈ ചെറിയ പൊടി ഭക്ഷണമെന്ന് കരുതി കുഞ്ഞു മത്സ്യങ്ങൾ കഴിക്കും. അവരുടെ ശരീരം സെപ്റ്റിക് ആയില്ലേ? ആയി. ഈ കുഞ്ഞു മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ കഴിക്കും. ആ വലിയ മത്സ്യങ്ങളെ ആര് കഴിക്കും? നിങ്ങൾ കഴിക്കും. കണ്ടോ, പ്രകൃതി നമ്മളെ കൊണ്ട് തീറ്റിച്ചത് കണ്ടോ. അതുകൊണ്ട് വലിച്ചെറിയരുത്, കുഴിച്ചിടരുത്, കത്തിച്ച് കളയരുത്. അത് കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുക. റെഡിയാണോ? ഓക്കേ. വെറുതെ ഏൽപ്പിച്ചാ പോരാ, സർവീസ് ചാർജും കൊടുക്കണം. അതിന് സർവീസ് ചാർജും കൊടുക്കണം അല്ലേ. പിന്നെ ഉണ്ടല്ലോ, ഇതിനകത്ത് കുറെ ബോട്ടിൽസ് കണ്ടോ? വലിയ ബോട്ടിലിന്റെ ആകൃതിയിൽ കമ്പി കൊണ്ട് വെൽഡ് ചെയ്തിട്ടുള്ള സാധനം കണ്ടില്ലേ പല സ്ഥലത്തും. അതെന്താ? ബോട്ടിൽ കളക്ഷൻ കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വിടാം. പ്ലാസ്റ്റിക് അറസ്റ്റ് നടക്കുന്നുണ്ട് ഇവിടെ. പ്ലാസ്റ്റിക് അറസ്റ്റ് നടക്കുന്ന അറിയാമോ? അകത്തോട്ട് ആരെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളമായിട്ട് വന്നാൽ ഉടനെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യോ? കസ്റ്റഡിയിലെടുക്കുവോ? ഇവൻ പാരയാട്ടാ. ഇയാള് അവരെ ഉടനെ അറസ്റ്റ് ചെയ്ത് നമ്മൾ അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും. ആ ബോട്ടിലിനെ അറസ്റ്റ് ചെയ്യാന്ന്. അതിന് പ്ലാസ്റ്റിക് അറസ്റ്റ് എന്നാ പറഞ്ഞത് കേട്ടോ, അല്ലാതെ മറ്റേ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പോലെയൊന്നും അല്ല കേട്ടോ. അതിന് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും. അതിൽ നിന്നൊരു ഫീസ്, ചെറിയൊരു ഫീസ് അവരുടെ നിന്ന് മേടിക്കും. എന്നിട്ട് എവിടെയെങ്കിലും ഏത് വേദിയിലാണെങ്കിലും ഈ ബോട്ടിൽ അവർ ബോട്ടിൽ തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഫീസ് അവർക്ക് തിരിച്ചു കിട്ടും. നല്ല കാര്യമാണോ? ഇത് നടപ്പിലാക്കുന്നത് ആരാ? ശുചിത്വ മിഷനും പിന്നെ കോർപ്പറേഷൻ. ട്രിവാൻഡ്രം കോർപ്പറേഷനും ശുചിത്വ മിഷനും കൂടി ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അടിപൊളിയല്ലേ? KPPH കൂടെ അല്ലേ? ഇവരെല്ലാരും കൂടി കേട്ടോ. ഇവര് മാത്രമല്ല, പിന്നെ ഏകദേശം 500ഓളം കുട്ടികളുണ്ട്. 500ഓളം കുട്ടികളുണ്ടല്ലേ? ആ കുട്ടികളെ കൂടി കാണണം കേട്ടോ. കുട്ടികളെ കൂടി കാണണം. യൂണിഫോം ഇട്ട കുട്ടികളെ കാണാട്ടോ. ഒരുപാടുണ്ട്. അവരെല്ലാം ഞങ്ങൾ വിളിച്ചോണ്ട് കേട്ടോ. അവരെല്ലാം വിളിച്ചോണ്ടാ. വന്നല്ലോ. ഇതാ കൂട്ടത്തിലൊരു സുന്ദരി കുട്ടിയാട്ടോ. കൂട്ടത്തിലൊരു സുന്ദരി കുട്ടിയല്ലേ? കൊറേ സുന്ദരി കുട്ടികളുണ്ട്, കൊറേ സുന്ദരന്മാരും ഉണ്ട്. കൊറേ സുന്ദരി കുട്ടികളും സുന്ദരന്മാരും ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ. ഗ്രീൻ വോളണ്ടിയേഴ്സ്. അവരുണ്ട്. അവരെല്ലാം തിരക്കിലാണ്. അവര് ഒരു ബോട്ടിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ ഒരു കടലാസ് എങ്കിലും ആരെങ്കിലും താഴെ ഇട്ടാൽ ഉടനെ ചാടിയെടുക്കും. മനസ്സിലായി. ഇവരെ അറസ്റ്റ് ചെയ്യും അല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ടോ? കസ്റ്റഡിയിലെടുക്കാറുണ്ടോ? അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും അല്ലേ? അടിപൊളി പരിപാടിയാ. ഓക്കെ. അപ്പോ എന്താ പറയാനുള്ളത്? കൈരളി ചാനലിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഗ്രീൻ പ്രോട്ടോകോൾ. അതെനിക്കറിയാം. അതറിയാല്ലേ? അത് പറഞ്ഞില്ലേ? ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ എന്താശംസ? ഹാപ്പി ന്യൂ ഇയർ മാത്രമല്ലല്ലോ, കലോത്സവാശംസകൾ. താങ്ക് യു. ഗ്രീൻ പ്രോട്ടോകോൾ വേദിയിൽ നിന്നും ക്യാമറാമാൻ പ്രകാശിനൊപ്പം നവജിത്ത് അഷ്ടമേന്ദ്രൻ, കൈരളി ന്യൂസ്. കൈരളി ന്യൂസ്.